ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈസി ക്വാണ്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭിന്നസംഖ്യകളെ കുറിച്ചാണ് പഠിച്ചത്. ഇന്ന് നമ്മൾ ഭിന്നസംഖ്യകളുടെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, 1 പ്ലസ് 1/2 പ്ലസ് 1/4 പ്ലസ് 1/7 പ്ലസ് 1/14 പ്ലസ് 1/28. അപ്പൊ ഞാൻ പഠിപ്പിച്ചായിരുന്നു. എന്താണ് പഠിപ്പിച്ചത്? ഭിന്നസംഖ്യകള് കൂട്ടുമ്പോൾ ഛേദം തുല്യമായിരിക്കണം. ഇവിടെ എല്ലാത്തിന്റെയും ഛേദം വ്യത്യസ്തമാണ്. ഈ 1 എന്ന് പറഞ്ഞാൽ 1/1 ആണ്, അല്ലെ? അപ്പൊ എല്ലാ ഛേദവും വ്യത്യസ്തമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഛേദങ്ങളുടെ ലാസാഗു എടുക്കണം, അല്ലെ? LCM ഓഫ് ഡിനോമിനേറ്റേഴ്സ് എടുക്കണം. എന്താണ് LCM എന്ന് പറഞ്ഞാൽ? തന്നിരിക്കുന്ന സംഖ്യകൾ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഇവിടെ 1 ഉണ്ട് ഛേദം, 2 ഉണ്ട് ഛേദം, 4 ഉണ്ട്, 7 ഉണ്ട്, 14 ഉണ്ട്, 28 ഉണ്ട്. അപ്പൊ കൂട്ടത്തിൽ വലുത് 28 ആണ്. നമ്മൾ അതാണോ LCM എന്ന് നോക്കുകയാണ്. 28നെ 28 കൊണ്ട് ഹരിക്കാം, 14 കൊണ്ട് ഹരിക്കാം, 7 കൊണ്ട് ഹരിക്കാം, 4 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം, 1 കൊണ്ട് ഹരിക്കാം. അപ്പൊ നമ്മൾ എന്തെടുക്കുന്നു? LCM 28 ആയിട്ട് എടുക്കുന്നു. കാരണം 28 ആണ് 1 കൊണ്ടും 2 കൊണ്ടും 4 കൊണ്ടും 7 കൊണ്ടും 14 കൊണ്ടും 28 കൊണ്ടും നിശേഷം ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ. ഞാൻ 28 എഴുതി വെച്ചു ഛേദം. ഇനി ഈ 1നെ 28 ആക്കാൻ നമ്മൾ എന്തുകൊണ്ടാണ് ഗുണിച്ചത്? 28 കൊണ്ട്. അപ്പൊ മുകളിലത്തെ അംശത്തെയും 1 ഗുണം 28 പ്ലസ് ഈ 2നെ 28 ആക്കാൻ 14 കൊണ്ട് 1 ഗുണം 14 അംശത്തെയും ഗുണിച്ചു. 4നെ 28 ആക്കാൻ 7 കൊണ്ട്, അപ്പോ 1 ഗുണം 7 പ്ലസ് 7നെ 28 ആക്കാൻ 4 കൊണ്ട്, അപ്പോ 1 ഗുണം 4 പ്ലസ് 14നെ 28 ആക്കാൻ 2 കൊണ്ട്, അപ്പോ 1 ഗുണം 2 പ്ലസ് 28നെ 28 ആക്കാൻ 1 കൊണ്ട്, അപ്പോ 1 ഗുണം 1. ഇനി നമ്മൾ അംശത്തിലെ ക്രിയകൾ ചെയ്യുന്നു. 1 ഗുണം 28 28 ആണ്, പ്ലസ് 1 ഗുണം 14 14 ആണ്, 1 ഗുണം 7 7 ആണ്, 1 ഗുണം 4 4 ആണ്, 1 ഗുണം 2 2 ആണ്, 1 ഗുണം 1 1 ആണ്, ഡിവൈഡഡ് ബൈ 28. ഇനി നമുക്കൊന്ന് കൂട്ടി നോക്കാം. 1 2 3 3 4 7 7 7 14 14 14 28 28 28 56 56/28 56/28 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 28ന്റെ ഇരട്ടിയല്ലേ 56. അപ്പൊ ഈക്വൽ ടു 2. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. 13 1/3 മൈനസ് 12 3/4 മൈനസ് 11 5/6 പ്ലസ് 10 11/12. അപ്പൊ ഇതൊക്കെ തന്നിരിക്കുന്നത് മിശ്രഭിന്നമാണ്, അല്ലെ? അപ്പൊ നോക്കാം, ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? 13 1/3 എന്ന് എഴുതിയാൽ 13 പ്ലസ് 1/3 എന്നാണ്. മൈനസ് ഓഫ് 12 പ്ലസ് 3/4 ആണ്. 12 പ്ലസ് 3/4 ആണ്. മൈനസ് ഓഫ് 11 പ്ലസ് 5/6 ആണ്. പ്ലസ് 10 പ്ലസ് 11/12 ആണ്, അല്ലേ? യെസ്. ഇനി നോക്കാം, നമ്മൾ ഇതിനെ മാറ്റി എഴുതുന്നു. 13 പ്ലസ് 1/3 മൈനസ് 12 മൈനസ് 3/4, അല്ലെ? മൈനസ് 11 മൈനസ് 5/6 പ്ലസ് 10 പ്ലസ് 11/12. അപ്പൊ നമുക്കിതിങ്ങനെ കിട്ടി. ഇനി ഇതിൽ നമ്മൾ പൂർണ്ണസംഖ്യകൾ ആദ്യം ചെയ്യുകയാണ്. നോക്കുക, 13ൽ നിന്നും 12 കുറച്ചു. എന്താ കിട്ടുക? 1 1 കുറയ്ക്കണം 11. 1ൽ നിന്നും 11 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? മൈനസ് 10. മൈനസ് 10ഉം പ്ലസ് 10ഉം 0 ആണ്, അല്ലെ? അപ്പൊ നമ്മൾ എഴുതുന്നു 0 പ്ലസ് ബാക്കിയുള്ളത് 1/3 മൈനസ് 3/4 മൈനസ് 5/6 പ്ലസ് 11/12. അപ്പോ യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. പക്ഷെ നമുക്ക് എളുപ്പത്തിൽ ഇവിടുന്ന് തന്നെ ഇതിലേക്ക് എത്താം. എങ്ങനെ എത്തുക? നോക്കുക, 13ൽ നിന്നും 12 കുറച്ചു. എത്രയാണോ? 1 1 മൈനസ് 11 മൈനസ് 10 മൈനസ് 10ഉം പ്ലസ് 10ഉം 0. ഇനി ഇവിടെയുള്ള ചിഹ്നം അങ്ങനെ തന്നെ എഴുതിയാൽ മതി. 1/3 മൈനസ് 3/4 മൈനസ് 5/6 പ്ലസ് 11/12. അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ 0 നമ്മൾ നെഗ്ലക്ട് ചെയ്തു. ഇതിന്റെ LCM എടുക്കുന്നു. LCM എത്രയാണ്? 12 അല്ലേ? 12.
ഇനി 3നെ 12 ആക്കാൻ എന്തുകൊണ്ടാ ഗുണിച്ചേ? 4 കൊണ്ട്. അപ്പൊ 1 ഗുണം 4 4 മൈനസ് 4നെ 12 ആക്കാൻ 3 കൊണ്ട് 3 ഗുണം 3 9 മൈനസ് 6നെ 12 ആക്കാൻ 2 കൊണ്ട് അപ്പൊ 5 ഗുണം 2 10 പ്ലസ് 12നെ 12 ആക്കാൻ 1 കൊണ്ട് 11 ഗുണം 1 11 അല്ലെ. ഇനി നമ്മള് പോസിറ്റീവ് സംഖ്യകൾ ആദ്യം കൂട്ടാം അല്ലെ. 4ഉം 11ഉം കൂട്ടിയാൽ 15. ഇനി -9 -10 ചേർന്ന് കഴിഞ്ഞാൽ -19 -19 പ്ലസ് 15 എന്ത് കിട്ടും നമുക്ക്? -19 പ്ലസ് 15 എന്ന് പറഞ്ഞാൽ -4 കിട്ടും അല്ലെ. -4/12 -4ൽ 4 ഒരു തവണ അല്ലെ. അപ്പൊ -1 ഡിവൈഡഡ് ബൈ 12ൽ 4 എത്ര തവണ? 3 തവണ. അപ്പൊ നമ്മുടെ ആൻസർ എന്താണ്? -1/3. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് ഡയറക്റ്റ് ആയിട്ട് എഴുതുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കുക. 3/5 ഡിവൈഡഡ് ബൈ 9/5 പ്ലസ് 1/3. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബോട്ട്മാസ് നിയമം നോക്കണം അല്ലെ. അപ്പൊ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഡിവിഷൻ ആണ്. അപ്പൊ നമ്മൾ ഡിവിഷൻ ചെയ്യാണ്. 3/5 ഹരിക്കണം 9/5 എന്നാണ് അല്ലെ. അപ്പോ ഇവിടെ ഒരു ഭിന്നസംഖ്യയെ മറ്റൊരു ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പൊ ഗുണിക്കണം, ഇതിന്റെ വ്യുൽക്രമം എന്താ? തിരിച്ചെഴുതുക. 5/9 പ്ലസ് ഞാൻ ഇതിനെ മാറ്റി എഴുതി 1 + 1/3 എന്ന് എഴുതി. ക്ലിയർ അല്ലേ? യെസ്. ഈ 5ഉം ക്യാൻസൽ ചെയ്ത് അല്ലെ. 1 3 3 3 9. അപ്പൊ നോക്കുക, ഇവിടെ 1/3 ഇവിടെ 1/3 അല്ലെ. അപ്പൊ 1/3 കൂട്ടണം 1/3 എത്രയാണോ? 2/3. 2/3 പ്ലസ് 1. അഥവാ ഇത് എങ്ങനെ എഴുതാം? 1 + 2/3 അല്ലേ. ഇതിനെ നമുക്ക് നേരെ മാറ്റി ഇങ്ങനെ എഴുതി കൂടെ? 1 2/3 എഴുതാൻ പറ്റൂലേ? അപ്പൊ 1 3 3 2 5/3 ആണ് ആൻസർ. ഉത്തരത്തിൽ അധികവും ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? 1 2/3 ആണ്. അപ്പൊ 1 + 2/3 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? 1 2/3 ആണ്. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. 1 + 1/2 ഇൻറ്റു 1 + 1/3 ഇൻറ്റു 1 + 1/4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 + 1/120 അല്ലെ. അപ്പൊ ഈ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യാ? ബ്രാക്കറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യണം അല്ലെ. നമുക്ക് ബ്രാക്കറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാം. 1 2 2 + 1 3 3/2 ഇൻറ്റു ഇവിടെ ബ്രാക്കറ്റ് ഒഴിവായി അല്ലെ. അപ്പൊ 1 3 3 + 1 4/3 ആ ബ്രാക്കറ്റും ഒഴിവായി ഇൻറ്റു 1 4 4 1 5/4 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 120 120 121/120. ഇനി ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നോക്കാം, ഈ 3ഉം ക്യാൻസൽ ചെയ്തൂടെ? ഈ 4ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ ഈ 5ഉം ഇവിടെ ഒരു 5 ഉണ്ടാവില്ല, അതും ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അവസാനം ഇവിടെ ഒരു 120 ഉണ്ടാവും, ഇവിടെ ഒരു 120 ഉണ്ടാവും. അത് ക്യാൻസൽ ആയില്ലേ? ഇനി എന്താ ബാലൻസ് ഉള്ളത്? 121/2 എന്ന് പറഞ്ഞാൽ എന്താണോ? 61/2 അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. 1 - 1/3 ഇൻറ്റു 1 - 1/4 ഇൻറ്റു 1 - 1/5 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 - 1/100. നമ്മൾ ഇപ്പോ ചെയ്ത ചോദ്യം പോലത്തെ ചോദ്യം തന്നെ അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ 1 3 3 -1 അപ്പോ 2 2/3 1 3 3 -1 2/3 അല്ലെ ഇൻറ്റു 1 4 4 4 1 കുറച്ചു എത്രയാ? 3 അപ്പൊ 3/4 ഇൻറ്റു 1 5 5 5 1 കുറച്ചു എത്രയാ? 4 4/5 ഇൻറ്റു എക്സെട്ര ഇൻറ്റു 1 100 100 100ൽ നിന്ന് 1 കുറച്ചാൽ 99 ഡിവൈഡഡ് ബൈ 100 അല്ലേ. നേരത്തെ നമ്മൾ എങ്ങനെ കട്ടിയത്? ഇങ്ങനെയല്ലേ കട്ടിയത്. ഇനി ഇപ്പൊ ഇവിടെ എങ്ങനെയുള്ളത്? ഈ 3ഉം ക്യാൻസൽ ആയി, ഈ 4ഉം ക്യാൻസൽ ആയി, ഈ 5ഉം ഇവിടെ ഒരു 5ഉം അതും ക്യാൻസൽ ആവും അല്ലെ. അപ്പൊ ഇവിടെയുള്ള 99ഉം ഇവിടെയുള്ള 99ഉം ക്യാൻസൽ ആവും. എന്താ കിട്ടുക? 2/100. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 100 ഉണ്ട് അല്ലെ. 2/100 അതായത് 1/50 ആണ് നമ്മുടെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ ഭിന്നസംഖ്യ ഏത്? അപ്പൊ നമുക്ക് വലിയ ഭിന്നസംഖ്യ കാണണം. അപ്പോ ഞാനും വേറൊരാളും നിൽക്കുന്നു. അപ്പോ
ഞങ്ങൾ വലുപ്പ ചെറുപ്പം എങ്ങനെയാ തീരുമാനിക്കുക? നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യും അല്ലെ? പല വഴികളുണ്ട്, ഏറ്റവും നല്ല വഴിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ പരസ്പരം കമ്പയർ ചെയ്യാം, എന്നിട്ടാണ് നമ്മൾ തീരുമാനിക്കുക. അപ്പൊ ഇവിടെ ഞാൻ പരസ്പരം കമ്പയർ ചെയ്യാം. ആദ്യം 6/7നെയും 7/8നെയും കമ്പയർ ചെയ്യുന്നു. ആദ്യം ഞാൻ ചെയ്യുന്നത് ഇതാ നോക്കുക, 6 ഗുണിക്കണം 8, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂലേ, അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് 6 ഗുണിക്കണം 8 48. ആ വില ആദ്യത്തെ ഭിന്നസംഖ്യക്ക് കൊടുത്തു. ഇനി അടുത്ത ഞാൻ ചെയ്യുന്നത് 7 ഗുണിക്കണം 7 എത്രയാണോ 49, അത് രണ്ടാമത്തെ ഭിന്നസംഖ്യക്കും കൊടുത്തു. ഇനി ഇതിൽ ഏതാണ് വലുത്? 48 ആണോ 49 ആണോ? 49 അല്ലേ? അപ്പോ ഈ കൂട്ടത്തിൽ വലിയ ഭിന്നസംഖ്യ 7/8 ആണ്. ഇതിൽ രണ്ടിൽ വലുത് ഏതാണ്? 7/8. ഇനി നമ്മൾ 7/8നെയും 8/9നെയും താരതമ്യം ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ 7 ഗുണം 9 63, ആ വില ഇവിടെ കൊടുത്തു. 8 ഗുണം 8 64, ഏതാ വലുത്? 64 ആണ്. അപ്പോ 8/9 ആണ് അതിൽ വലുത്. ഇനി 8/9 9/10 നോക്കും. അപ്പൊ നമ്മൾ ചെയ്യുന്നു 8 ഗുണം 10 80, 9 ഗുണം 9 81, ഏതാണ് വലുത്? 81 അല്ലെ? അപ്പൊ ഇതിലേതാണ് വലിയ ഭിന്നസംഖ്യ? 9/10. അപ്പൊ എല്ലാത്തിലും വെച്ച് വലിയ ഭിന്നസംഖ്യ ഏതാണ്? 9/10. അടുത്തത് നോക്കാം. ഒരു ടാങ്കിന്റെ 2/5 ഭാഗം ജലമുണ്ട്. അതിൽ നിന്നും 200 ലിറ്റർ ഒഴിവാക്കിയപ്പോൾ ടാങ്കിന്റെ 1/5 ഭാഗമായി. എങ്കിൽ ടാങ്കിൽ ആകെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം പരമ്പരാഗത മെത്തേഡ് ഒന്ന് നോക്കാം. എങ്ങനെ നോക്കുക? ടാങ്കിന്റെ ആകെ അളവ് ഞാൻ എടുക്കുന്നു. ആകെ അളവ് എക്സ് എന്നെടുത്തു. എക്സ്. അപ്പോ 2/5 ഭാഗം ജലമുണ്ട് അല്ലെ? അപ്പോ 2x/5 ഭാഗം ജലമുണ്ട്. അതിൽ നിന്നും 200 ലിറ്റർ ഒഴിവാക്കി. അപ്പൊ 200 കുറച്ചു. 200 ലിറ്റർ ഒഴിവാക്കിയപ്പോൾ എന്തായി? ടാങ്കിന്റെ 1/5 ആയി. അപ്പൊ x × 1/5 എന്താ? x/5 ആണ് അല്ലേ? ഇനി ഞാൻ എക്സിന്റെ ക്രിയയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോ 2x / 5, ഇത് ഇങ്ങോട്ട് വരുമ്പോ എന്തായി? -x / 5 സമം, ഇതപ്പുറം പോകുമ്പോൾ +200 ആവും അല്ലെ? അപ്പൊ ഛേദം തുല്യമായത് കൊണ്ട് ഭിന്നസംഖ്യകൾ പരസ്പരം കുറക്കാം. അപ്പൊ 2x ൽ നിന്നും x കുറച്ചാൽ എന്താ കിട്ടുക? x/5 അല്ലെ? അപ്പൊ x/5 = 200 കിട്ടി. അങ്ങനെയാണെങ്കിൽ x = 5 × 200 എത്രയാണ്? 1000 അല്ലെ? 5 × 200 1000 ലിറ്റർ ആണ്. അപ്പൊ ടാങ്കിന്റെ ആകെ അളവ് 1000 ലിറ്റർ ആണ്. ഇനി ഞാനൊരു ഐഡിയ പറയാം, ശ്രദ്ധിക്കുക. ടാങ്കിന്റെ 2/5 ഭാഗം ജലമുണ്ട് അല്ലെ? ടാങ്കിന്റെ 2/5 ഭാഗം ജലമുണ്ട്. അതിൽ നിന്നും 200 ലിറ്റർ ഒഴിവാക്കിയപ്പോൾ 1/5 ഭാഗമായി. നോക്കുക, 2/5 നിന്ന് 1/5 ദൂരം എത്രയാ? 1/5 അല്ലേ? അല്ലേ? 2/5 കുറക്കണം 1/5 എന്ന് പറഞ്ഞാൽ 1/5. അവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാലോ. അതായത് x/5 ആയിരിക്കൂലേ അത്? അപ്പൊ 1/5 ആണ് കിട്ടുക അല്ലെ? അപ്പൊ 1/5 ഭാഗമാണ് 200. അതായത് 2/5 നിന്നും 1/5 കുറച്ചാൽ കിട്ടുന്ന 1/5 ഭാഗമാണ് 200. അങ്ങനെയാണെങ്കിൽ 5 ഭാഗമായിരിക്കൂല അതിന്റെ ആകെ അളവ്. അപ്പൊ 5 ഭാഗം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ? 5 × 200 എത്രയായിരിക്കും? 1000 ആയിരിക്കും. ക്ലിയർ അല്ലേ? അടുത്തത് നോക്കാം. ഒരു സംഖ്യയുടെ 3/4ന്റെ 1/3ന്റെ 4/5 ഭാഗം 40 ആയാൽ സംഖ്യ ഏത് എന്നാണ്. അപ്പൊ ഇങ്ങനെ ദേ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇൻറ്റു എന്നാണ്. അതായത് നമ്മൾ സംഖ്യയെ x എന്ന് എടുക്കുന്നു. അപ്പൊ ആ എക്സിന്റെ 3/4 ഇൻറ്റു 1/3 ഇൻറ്റു 4/5 സമം 40 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ 3ഉം ക്യാൻസൽ ചെയ്യാം. ഈ 4ഉം ക്യാൻസൽ ചെയ്യും. അപ്പൊ x = എന്ത് എഴുതാം? ഈ /5 എന്നുള്ളത് സമത്തിനപ്പുറം പോകുമ്പോൾ ഇൻറ്റു ആവും അല്ലെ? അപ്പൊ 40 × 5 200 അല്ലേ? അടുത്ത ചോദ്യം നോക്കാം. ഒരാൾ അയാളുടെ ശമ്പളത്തിന്റെ 2/5 ഭാഗം ഭക്ഷണത്തിനും 3/10 ഭാഗം വിദ്യാഭ്യാസത്തിനും 1/8 ഭാഗം വസ്ത്രങ്ങൾക്കും ചെലവഴിക്കുന്നു. ബാക്കി സമ്പാദിക്കുന്നു.
അയാളുടെ സമ്പാദ്യം 2100 രൂപയായാൽ ശമ്പളം എത്രയായിരിക്കും എന്നാണ്. അതായത് ഇവിടെ പറയുന്നത് ഒരാൾ അദ്ദേഹത്തിന്റെ ശമ്പളത്തിന് 2/5 ഭാഗം ഭക്ഷണത്തിന്, ശമ്പളത്തിന്റെ തന്നെ 3/10 ഭാഗം വിദ്യാഭ്യാസത്തിനും, ശമ്പളത്തിന്റെ തന്നെ 1/8 ഭാഗം വസ്ത്രങ്ങൾക്കും ചെലവഴിക്കുന്നു. ബാക്കിയാണ് സമ്പാദിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കാണുന്നത് അദ്ദേഹം ചെലവഴിച്ചത് മാത്രം കാണാം. അപ്പൊ ചെലവഴിച്ചത് ശമ്പളത്തിന്റെ എത്ര ഭാഗമാണെന്ന് കാണണം. ആദ്യം ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് ശമ്പളത്തിന്റെ 2/5 ഭാഗം ഭക്ഷണത്തിന് ചെലവഴിച്ചു അല്ലെ. അപ്പൊ 2/5 കൂട്ടണം, മൊത്തം കൂട്ടണ്ടേ, 3/10 അതെന്താ വിദ്യാഭ്യാസത്തിന് അല്ലെ, പ്ലസ് 1/8 വസ്ത്രങ്ങൾക്ക്. അപ്പൊ ഇതാണ് അദ്ദേഹം ചെലവഴിച്ചത്. അപ്പൊ നമ്മൾ ഇത് ചെയ്യുന്നു. ഇതിന്റെ LCM എത്രയാണോ നോക്കുക. വലിയ സംഖ്യ 10 ആണ്. 10നെ 5 കൊണ്ട് ഹരിക്കാം, 8 കൊണ്ട് പറ്റില്ല. 10ന്റെ അടുത്ത് ഗുണിതം 20 പറ്റില്ല, 30 പറ്റില്ല, 40 പറ്റുമല്ലോ. അപ്പൊ LCM എന്തെടുത്തു, 40 എടുത്തു. ഓക്കെ, ഇതിനെ 40 ആക്കാൻ 8 കൊണ്ട്, അപ്പൊ 8 2 16 പ്ലസ് ഇതിനെ 40 ആക്കാൻ 4 കൊണ്ട്, 3 4 12, ഇതിനെ 40 ആക്കാൻ 5 കൊണ്ട്. അപ്പൊ നോക്കുക, 16ഉം 12ഉം 28ഉം 5ഉം 33. 33/40 ഭാഗം അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. 33/40 ഭാഗം, അതായത് ശമ്പളം X ആണെങ്കിൽ Xന്റെ 33/40 ഭാഗം ചെലവഴിച്ചു. ഇനി ഇത് 40/40 ആവാൻ 7/40 കൂടി ബാക്കിയുണ്ട് അല്ലെ. ആ 7/40 ആണ് അദ്ദേഹം സമ്പാദിച്ച 2100 രൂപ. അപ്പൊ നമ്മൾ എന്ത് എഴുതി, X × 7/40 സമം 2100 അല്ലേ. അപ്പൊ X = എന്ത് എഴുതുന്നു, 2100 × 40 / 7 അല്ലേ. അപ്പൊ 21ൽ എത്ര, 7 3. അപ്പൊ 40 × 300, 3 12 അല്ലെ, 3 0. അപ്പൊ എത്രയാണ് അദ്ദേഹത്തിന്റെ ശമ്പളം, 12,000 രൂപയാണ്. ലാസ്റ്റ് ചോദ്യം, ഒരാൾ അയാളുടെ ശമ്പളത്തിന്റെ 1/7 ഭാഗം ഭക്ഷണത്തിനും, ബാക്കിയുള്ളതിന്റെ 1/2 ഭാഗം വസ്ത്രങ്ങൾക്കും, ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം വീട്ടുവാടകയ്ക്കും ചെലവഴിക്കുന്നു. ബാക്കി സമ്പാദിക്കുന്നു. അയാളുടെ സമ്പാദ്യം 6000 രൂപ ആണെങ്കിൽ ശമ്പളം എത്ര എന്നാണ്. ഇത് നമ്മൾ തൊട്ടു മുമ്പ് ചെയ്ത പ്രോബ്ലം പോലത്തെ പ്രോബ്ലം അല്ല. ഇവിടെ ബാക്കിയുള്ളതിന്റെ എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് 1/7 ഭാഗം ഭക്ഷണത്തിന് ചെലവഴിച്ചു, അതിന്റെ ബാക്കിയുള്ളതിന്റെ 1/2 ഭാഗം വസ്ത്രങ്ങൾക്ക് ചെലവഴിച്ചു, അതിന്റെ ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം വീട്ടുവാടകയ്ക്കും ചെലവഴിച്ചു, ബാക്കിയാണ് സമ്പാദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം എളുപ്പത്തിൽ നമ്മൾ എങ്ങനെയാ സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം പറഞ്ഞിരിക്കുന്ന ഒരാൾ അയാളുടെ ശമ്പളത്തിന്റെ 1/7 ഭാഗം ഭക്ഷണത്തിന് ചെലവഴിച്ചു. ആ 1/7 ബാക്കി എത്ര ഉണ്ട്, അതായത് 7ൽ 1 ചെലവഴിച്ചത്, അതിൽ ബാക്കി എത്രയുണ്ട്, അത് 7/7 ആവാൻ ബാക്കി 6/7 കൂടി വേണ്ടേ. അപ്പൊ അതിൽ ബാക്കിയുള്ളത് 6/7 ആണ്. ആ ബാക്കി ഞാൻ എഴുതി വെച്ചു, Xന്റെ 6/7 ആ ബാക്കി എഴുതി വെച്ചു. ഇനി അടുത്ത് നോക്കുക, ബാക്കിയുള്ളതിന്റെ 1/2 ഭാഗം. ആ 1/2 ബാക്കി എത്ര ഉണ്ട്, അത് 2/2 ആവണമെങ്കിൽ 1/2 കൂടി വേണ്ടേ. അപ്പോ × 1/2. ഓക്കെ, ബാക്കിയാണ് എടുത്തിരിക്കുന്നത് ഇൻറ്റു. ഇനി ബാക്കിയുള്ളതിന്റെ 1/3 ഭാഗം. ആ 1/3 എത്ര ബാക്കിയുണ്ട്, 2/3 അല്ലേ, എങ്കിലല്ലേ അത് 3/3 ആവുള്ളൂ. അപ്പൊ ഞാൻ അതിൽ 2/3 എടുത്തു. ഈക്വൽ ടു, അതാണ് എന്ത് തന്നിരിക്കുന്നത്, അതാണ് മൊത്തം ബാക്കിയാണ് തന്നിരിക്കുന്നത്, എന്ത്, 6000 രൂപ അല്ലേ. യെസ്. അപ്പൊ നമുക്കിത് ചെയ്യാം. നോക്കുക, 3 2 ആണ് 6 അല്ലേ, 2ഉം 2ഉം ക്യാൻസൽ ആയി. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, X = 6000 × 7 അല്ലെ, 6000 × 7 ഡിവൈഡഡ് ബൈ 2. 6000ൽ 2 എത്ര തവണ പോവും, 3000 തവണ അല്ലെ. അപ്പൊ 3000 × 7 എത്രയാ, 7 3 21. അപ്പൊ എത്ര കിട്ടും, 21000 രൂപ. ഓക്കെ അല്ലേ. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ പുതിയൊരു പാഠഭാഗമായിട്ട് നമുക്ക് കാണാം. ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിലും യൂട്യൂബിലും QA ടിപ്സ് എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അത് ഓരോ പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പ വഴികളാണ്. താല്പര്യമുള്ള ആളുകൾ അതും കൂടി കാണാം. പിന്നെ എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങൾക്കുള്ള സംശയങ്ങളും ചോദിക്കാം.
ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.